പ്രിയയുടെ അച്ഛൻ നടത്തുന്ന ബിസിനസ് പാർട്ടിയിൽ ഗൗതമിൻ്റെ കൂടെ ചെന്നു മാളു. ആദ്യം കൂടെ വരാൻ സമ്മതിച്ചില്ല. എങ്കിലും പ്രിയ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒന്നും മറുത്തു പറഞ്ഞില്ല. സിമ്പിളായൊരു സാരിയായിരുന്നു മാളു ഉടുത്തത്. മുടി വെറുതെ അലസമായ അഴിച്ചിട്ടു. മുഖത്തും വലിയ മേക്കപ്പൊന്നും ചെയ്തില്ല. പ്രിയയുടെ മുമ്പിൽ നിരാശ കാമുകയാണല്ലോ, അതുകൊണ്ട് കൂടുതൽ ഒരുങ്ങിപ്പോയാൽ ശരിയാകില്ല എന്നവൾക്ക് തോന്നി. പാർട്ടി ഹാളിലേക്ക് കയറിയതും മാളു പരമാവധി ദുഃഖം മുഖത്ത് വരുത്തി. മാളുവിനെയും ഗൗതമിനെയും ഒന്നിച്ച് കണ്ടത് പ്രിയക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഡാഡി സർപ്രൈസ് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള മാളുവിൻ്റെ വേദന അവൾക്ക് നേരിട്ട് കാണണം എന്ന് തോന്നി. പലവട്ടം ഗൗതമിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ആരെങ്കിലും അപ്പോഴേക്ക് സംസാരിക്കാൻ വരും. ഒടുവിൽ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. പ്രിയയുടെ അച്ഛൻ പ്രകാശ് സംസാരിക്കാൻ വേണ്ടി മയക്കുമെടുത്ത് വേദിയിലേക്ക് ചെന്നു. പ്രിയ അത് കണ്ടപ്പോഴേക്കും ഗൗതമിൻ്റെയും മാളുവിൻ്റെയും അടുത്ത് ചെന്ന് നിന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്നിവിടെ ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തതിൻ്റെ കാരണം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അത് പറയുന്നതിന് മുമ്പായി ഞാൻ എൻ്റെ മകൾ പ്രിയയെ എൻ്റെ അരികിലേക്ക് ക്ഷണിക്കുന്നു. മാളുവിനെ ഒന്ന് നോക്കിയ ശേഷം പ്രിയ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. പ്രകാശ് പ്രിയയെ തോളിൽ കൈ ചേർത്ത് നിർത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇനി മുതൽ എൻ്റെ കമ്പനിയുടെ എല്ലാ അധികാരങ്ങളും പ്രിയക്കായിരിക്കും. പ്രിയ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ ഐഡിയ ആയി ഇനി മുതൽ എൻ്റെ മകൾ പ്രിയ ആയിരിക്കും ഉണ്ടാവുക. പ്രകാശ് സന്തോഷത്തോടെ നിർത്തി. പ്രിയ ഞെട്ടി അച്ഛനെ നോക്കി. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. ചുറ്റും ഉയർന്ന കയ്യടികൾ ആണ് അവളുടെ ചിന്തയെ മുറിച്ചത്. ഗൗതമിനെയും മാളുവിനെയും നോക്കിയപ്പോൾ അവരും ചിരിയോടെ കൈയടിക്കുന്നുണ്ട്. പക്ഷേ മാളുവിൻ്റെ ആ ചിരി പ്രിയക്ക് അവളെ പരിഹസിക്കുന്നത് പോലെയാണ് തോന്നിയത്. അവളുടെ മുമ്പിൽ താൻ ഒരു കോമാളിയായതുപോലെ. ഇന്നലെ മാളുവിനോട് പറഞ്ഞ വാക്കുകൾ ഒക്കെ ഇരട്ടി വേഗത്തിൽ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു വന്നു. എല്ലാവരുടെയും മുമ്പിൽ ചിരിക്കുമ്പോഴും ഉള്ളിൽ കനൽ എരിയുകയായിരുന്നു. മാളുവിൻ്റെ വിജയം അത്രമേൽ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. സമ്മതിക്കില്ല ഞാൻ. അവളും അറിയണം ഈ വിഷമം. സ്വപ്നങ്ങൾക്കിടയിൽ നിന്നും നിരാശയിലേക്കും അപമാനത്തിലേക്കും ഉള്ള ഈ വീഴ്ച അവളുടെ മുമ്പിൽ തോറ്റുപോയതുപോലെ. പിന്നീടുള്ള കാര്യങ്ങളൊന്നും പ്രിയക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ആരൊക്കെയോ വരുന്നു, സംസാരിക്കുന്നു. അഭിനന്ദിക്കാൻ വരുന്നവർ ആണെന്ന് തോന്നുന്നു. ചിരിയുടെ ഒരു മൂടുപടം എടുത്തണിഞ്ഞു. അവർ പറഞ്ഞതിൽ ഒരു വാക്കുപോലും കാതിൽ വീണിരുന്നില്ല. എങ്കിലും എല്ലാം തലകുലുക്കി സമ്മതിച്ചു കൊടുത്തു. പ്രിയയുടെ മുഖം കണ്ടപ്പോൾ അവൾ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നി മാളുവിന്. പുറമെ പുഞ്ചിരി അണിഞ്ഞാലും ചുണ്ടുകളിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നു. അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ ഒരു ലാഞ്ചന പോലും കാണാൻ സാധിച്ചില്ല. ഒന്നും വേണ്ടായിരുന്നു. ഇന്നലെ താൻ പറഞ്ഞ വാക്കുകൾ കാരണമാണ് ഏറ്റവും സന്തോഷിക്കേണ്ട ഈ നിമിഷത്തിൽ പോലും അവൾക്ക് അഭിനയിക്കേണ്ടി വരുന്നതെന്ന് തോന്നി മാളുവിന്. ഒന്നും വേണ്ടായിരുന്നു. ചെറുതായി ഒന്ന് വട്ടാക്കണം എന്ന് വിചാരിച്ചുള്ളൂ. അത് ഇത്രത്തോളം അവളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കും എന്ന് കരുതിയില്ല. പ്രിയ അവരുടെ അടുത്തേക്ക് ചെന്നു. മാളവിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ. പ്രിയയുടെ അഭാവം മാളവിൽ ഉള്ളിൽ ഭയം ജനിപ്പിച്ചു. നിന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് മാളവിക പറഞ്ഞു സത്യമാണോ ഗൗതം? അടുത്തെത്തിയതും മാളവിൽ നിന്നും നോട്ടം മാറ്റി ഗൗതമിനെ ഉറ്റുനോക്കിക്കൊണ്ട് മുഖവരയില്ലാതെ പ്രിയ ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ചപ്പോൾ മാളുവും ഗൗതവും ഞെട്ടി. ഗൗതം മാളുവിനെ നോക്കിയപ്പോൾ അവൾ ഒന്ന് ചിരിച്ചു കാണിച്ചു. വഴക്ക് പറയുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു അവൾക്ക്. പ്രിയയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇതിലും നല്ല അവസരം ഇല്ലെന്ന് അറിയാമായിരുന്നു ഗൗതമിന്. അവൾ തന്നോടുള്ള സ്നേഹം പലപ്പോഴും ആ കണ്ണുകളിൽ കണ്ടതാണ്. ഇനിയും അവൾക്ക് പ്രതീക്ഷ നൽകാൻ പാടില്ല. അതേടോ, എൻ്റെയും മാളവികയുടെയും വിവാഹമാണ് ഈ മാസം അവസാനം. നാളെ വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ക്ഷണിക്കാൻ ഇരിക്കുകയായിരുന്നു ഞാൻ, ഗൗതം ചിരിയോടെ പറഞ്ഞു. ആ മറുപടി പ്രിയ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡാഡി തന്നെ സർപ്രൈസ് താൻ പ്രതീക്ഷിച്ചതല്ല എന്നറിയുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്തിയത് മാളു പറഞ്ഞത് കളവായിരിക്കും എന്ന പ്രതീക്ഷ ആയിരുന്നു. ഇപ്പോഴാണ് മാളവിയുടെ മുമ്പിൽ താൻ ശരിക്കും തോറ്റതെന്ന് തോന്നി അവൾക്ക്. നിറഞ്ഞു വരുന്ന പ്രിയയുടെ കണ്ണുകൾ മാളവിൽ മനസ്സിൽ വേദന ജനിപ്പിച്ചു. ഗൗതം അഭിനന്ദിക്കുമ്പോൾ യാന്ത്രികമായ ഒരു ചിരിമുഖത്ത് വരുത്തി അവൾ നടന്നകന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഗൗതമിൻ്റെ ദേഷ്യം കുറഞ്ഞതായി തോന്നി മാളുവിന്. ഇപ്പോൾ തന്നോട് അനാവശ്യമായി ദേഷ്യപ്പെടാറില്ല. പക്ഷേ ജോലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലായിരുന്നു. പണിയെടുപ്പിക്കൽ കുറച്ചു കൂടിയോ എന്നൊരു സംശയമേ ഉള്ളൂ. ബീനാമയെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ഒരുവിധം 2 ആഴ്ചത്തെ ലീവ് ഒപ്പിച്ചെടുത്തത്. അത് കല്യാണത്തിന് മുമ്പ് ഒരാഴ്ചയും ശേഷം ഒരാഴ്ചയും വെച്ച് എടുക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞു അങ്ങെത്തിയാൽ പിന്നെ വീണ്ടും സോപ്പിട്ടിൽ ലീവ് നീട്ടാം എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ ആയിരുന്നു ആ തീരുമാനം. ദക്ഷിണയെയും കാത്ത് ബീച്ചിൽ നിൽക്കുകയായിരുന്നു മനീഷ്. ഇന്നെങ്കിലും അവളോട് സംസാരിച്ചേ പറ്റൂ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിളിക്കുകയാണ്. ഓരോ തവണയും കാരണങ്ങൾ പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒടുവിൽ ഇന്ന് കണ്ടേ തീരൂ എന്നുള്ള തൻ്റെ വാശിക്ക് മുമ്പിൽ ഒടുവിൽ വരാം എന്ന് സമ്മതിച്ചു. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന ദച്ചുവിനെ ദൂരെ നിന്ന് മനു കണ്ടിരുന്നു. എപ്പോഴും തന്നെ കാണുമ്പോൾ വിരിയാറുള്ള ആ പുഞ്ചിരി അവളുടെ മുഖത്തിലായിരുന്നു. എന്തോ കാണണം എന്ന് പറഞ്ഞത് ഗൗരവം വിട്ടുമാറാതെ തന്നെ അവൾ ചോദിച്ചു. മാളുവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. എനിക്കിനിയും അവൾ വിഷമിക്കാൻ പറ്റില്ല ദച്ചു. ഒരു വീട്ടിൽ തന്നെ 2 പരിചരിതരെ പോലെ 2 ആഴ്ചയേ ഉള്ളവരുടെ വിവാഹത്തിന് എല്ലാത്തിനും മുമ്പിൽ നിൽക്കേണ്ട ഞാൻ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്. അതിന് ഞാൻ ഇപ്പോൾ എന്താ വേണ്ടത്? നിങ്ങളുടെ പെങ്ങളുടെ കാര്യം നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അവനെ നോക്കുക പോലും ചെയ്യാതെ അവൾ പറഞ്ഞു. അവളുടെ നിങ്ങൾ എന്ന വിളി അവനെ വല്ലാത്ത അസ്വസ്ഥമാക്കി. ഏട്ടൻ എന്നല്ലാതെ വിളിച്ചിട്ടില്ല ഇതുവരെ. അത്രമേൽ താൻ അവൾ കന്യായോ? അതോ ദർശന് വേണ്ടി ഒഴിവാക്കിയതാണോ തന്നെ? നീ എന്താ ദച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത്? ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അവൻ്റെ. അവൾ രൂക്ഷമായി നോക്കിയവനെ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എൻ്റെ ഏട്ടൻ്റെ
അവസ്ഥ എന്താണെന്നറിയുമോ മനുവേട്ടന്? മാളുവിൻ്റെ വിവാഹം തീരുമാനിച്ചന്ന് തുടങ്ങിയ കുടിയ എന്നോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അതിൻ്റെ ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മനുവേട്ടൻ എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. പക്ഷേ എൻ്റെ ഏട്ടനേക്കാൾ വലുതായി എനിക്കൊന്നും ഇല്ല. അപ്പം ഞാനോ ദച്ചു, ഞാൻ നിൻ്റെ ആരുമല്ലേ? വാക്കുകൾ പലവട്ടം മുറിഞ്ഞു പോയി. ആ ചോദ്യം അവളുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചു. തൻ്റെ എല്ലാമാണ് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വയ്യ. ഒരു ചോദ്യചിഹ്നമായി ഏട്ടൻ മുമ്പിൽ ഉണ്ട്. താനാണ് ഏട്ടനോട് ആദ്യം മാളുവിന് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടത്. വിവാഹശേഷവും ഏട്ടൻ ഒരിക്കലും തന്നിൽ നിന്നും അകലാതിരിക്കാൻ ഉള്ള സ്വാർത്ഥത. അന്നൊക്കെ എതിർത്തിരുന്ന ഏട്ടൻ പിന്നെ എപ്പോഴാണ് മാളുവിനെ സ്നേഹിച്ചതെന്നറിയില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പറയാതെ അവൾ അകന്നു പോകുന്ന അവളുടെ രൂപം അവൻ്റെ മിഴികളെയും ഈറനണിയിച്ചു. മാള് ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ ആകാശം ഇരുണ്ടു മൂടി കിടന്നിരുന്നു. ഇതുപോലെയാണ് തൻ്റെ മനസ്സും എന്നവൾക്ക് തോന്നി. മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത തോന്നി മാളുവിന്. കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് ആരോ തന്നെ പിന്തുടരുന്ന പോലെ ഒരു തോന്നൽ. തൻ്റെ ഓരോ പ്രവൃത്തിയും ആരോ നിരീക്ഷിക്കുന്ന പോലെ. പക്ഷെ ആരായും കാണാനൊന്നുമില്ല. പുറത്തു നിൽക്കാൻ ഇപ്പോൾ ഭയമാണ്. എത്രയും വേഗം ഓഫീസിലും വീട്ടിലും എത്തും. അപ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നും. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പേടി ഉള്ളിൽ നിറയുന്നു. പക്ഷെ ആരോടാ ഒന്ന് പറയുക? അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ വെറുതെ ടെൻഷനാകും. ഗൗതമേട്ടന് പിന്നെ ഇപ്പോൾ നിന്ന് തിരിയാൻ വയ്യാത്ത തിരക്കാണ്. അല്ലെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ കളിയാക്കുകയായിരിക്കും ചെയ്യുക. ആലോചിച്ചു നടക്കുന്ന അവളുടെ സകല ഭാവങ്ങളും ദർശൻ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. നിന്നെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല മാളു. ദർശൻ ആഗ്രഹിച്ചതൊന്നും മറ്റാരുടെയും സ്വന്തം ആകാൻ സമ്മതിക്കില്ല ഞാൻ. കയ്യിലിരിക്കുന്ന താലിയൊന്നുകൂടി മുറുകെ പിടിച്ചു അവൻ അവളുടെ അരികിലേക്ക് നടക്കുമ്പോഴാണ് പുറകിൽ നിന്നും ആരോ തട്ടി വിളിച്ചത്. ഹലോ, എങ്ങോട്ടാ ഈ പോക്ക്? തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദനാണ്. നന്ദനെ കണ്ടപ്പോൾ ദർശൻ ഒന്ന് പതറി. അവനെ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഗൗതം ഏതോ മീറ്റിങ്ങിൽ പെട്ട് തിരക്കിൽ ആണെന്ന് പ്രിയ പറഞ്ഞിരുന്നു. ആ ഒരു ഉറപ്പിലാണ് ഇങ്ങോട്ട് വന്നത്. മാളുവിനെ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. ദർശൻ്റെ മുഖത്തെ പതർച്ച നന്ദന് മനസ്സിലായിരുന്നു. തന്നെ അവൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തം. ദർശൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന താലിയിലേക്ക് നന്ദൻ്റെ നോട്ടം ചെന്നു. ആഹാ, താലിയൊക്കെ സംഘടിപ്പിച്ചല്ലോ. അപ്പം എങ്ങനെ വഴിയിൽ വെച്ചു കെട്ടുന്നോ അതോ തട്ടിക്കൊണ്ടുപോയി കെട്ടാനാണോ? നന്ദൻ പരിഹാസം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഡാ നീ! ദർശൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഈ ദർശനെ നിനക്കറിയില്ല. അവളെ എൻ്റെ സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താനും എനിക്കറിയാം. അവൻ്റെ മറുപടി കേട്ട് നന്ദൻ ചിരിച്ചു. എനിക്കതിലൊന്നും പറയാനില്ല. ഡാ, ആ വരുന്ന ആളോട് പറഞ്ഞാൽ മതി. പുള്ളിയെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദർശൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കമ്പനിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഗൗതമിനെയാണ് കണ്ടത്. അവൻ്റെ പിന്നാലെ വരുന്ന പ്രിയയുടെ മുഖം പരിഭ്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദർശനെ കത്തുന്ന ഒരു നോട്ടം നോക്കിയിട്ട് ഗൗതം നേരെ മാളുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ അപ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ദർശൻ കുറച്ചു ദൂരെ ആയിരുന്നതിനാൽ അവൾ അവനെ കണ്ടില്ല. നീ പോയി എൻ്റെ കാറിലിരിക്കുക. ഗൗതം കീ അവളുടെ വണ്ടിയിൽ നിന്നും ഊരിക്കൊണ്ടു പറഞ്ഞു. മാളു കാര്യം മനസ്സിലാകാതെ അവനെ നോക്കി. ഇപ്പോൾ അതിന് മഴയൊന്നും ഇല്ലല്ലോ. എനിക്ക് വണ്ടിയുണ്ട്, അതിൽ പോയിക്കോളാം. അവൾ താക്കോലിന് കൈ നീട്ടി. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. നന്ദൻ എത്തിക്കോളും. നിന്റെ വണ്ടി ഇപ്പോൾ കാറിൽ പോയിരിക്കും. ഗൗതം ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ച് സ്കൂട്ടിൽ നിന്നിറങ്ങി. വെട്ടുപോത്ത് എന്താണ്ട് ആണെന്നോ തോന്നുന്നു. ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. പറയുന്നതെല്ലാം കേട്ടോണം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നടന്നു. മാളു കാറിൽ കയറിയെന്ന് കണ്ടതും ഗൗതം കീ ഉപയോഗിച്ച് കാർ ലോക്കാക്കി. എന്നിട്ട് ദർശൻ്റെ അടുത്തേക്ക് ചെന്നു. ആഹാ ദർശൻ സാർ, എന്താ എൻ്റെ ഓഫീസിൽ ജോലിക്ക് വരെല്ലാം അപേക്ഷിക്കാൻ വന്നതാണോ? ഗൗതം ചോദിച്ചു. അപ്പോൾ നീ അറിഞ്ഞില്ലേ? സാറിൻ്റെ കല്യാണമായിരുന്നു ഇന്ന്. പക്ഷെ അവസാന നിമിഷം പെണ്ണ് കൈവിട്ടു പോയി. നന്ദൻ ദർശനെ ആക്കിക്കൊണ്ട് പറഞ്ഞു. ഗൗതം വിരൽ മടക്കി താടിയിൽ വെച്ചു. ഷോ, കഷ്ടമായി പോയല്ലോ. പെട്ടെന്ന് ചിരിമാറി ഗൗതമിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. നിന്നോട് ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് പറഞ്ഞത് അവളുടെ പിന്നാലെ മേലെ ചെല്ലരുതെന്ന്. താലി കെട്ടിക്കോളം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനും ഗൗതമിനറിയാം. ഇനി ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. ദർശൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു നിർത്തി അവൻ പറഞ്ഞു. ഡാ! ഗൗതമിനെ എടുക്കാൻ വേണ്ടി അവൻ കൈ ഉയർത്തി. എങ്കിലും നന്ദൻ പെട്ടെന്ന് തന്നെ ആ കയ്യിൽ പിടിച്ചു അവനെ തടഞ്ഞു. അത് വേണ്ട ദർശനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഗൗതം അവനെ തള്ളി മാറ്റി. ഗൗതവും നന്ദനും കണ്ണിൽ നിന്നും മറയുന്നത് വരെ ദർശൻ പകയോടെ നോക്കി നിന്നു. നീ ജീവനോടെ ഉണ്ടെങ്കിൽ അല്ല അവളുടെ കഴുത്തിൽ താലി കെട്ടോ ചെയ്യേണ്ടതെന്താന്ന് എനിക്കറിയാം. കാറിൻ്റെ ബോണറ്റിൽ ആഞ്ഞടിച്ചു കൊണ്ടവൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവസാനം വിളിച്ച നമ്പറിലേക്ക് ഒന്നുകൂടി വിളിച്ചു. ആ കാൾ കട്ട് ചെയ്യുമ്പോൾ ക്രൂരമായൊരു ചിരി ഉണ്ടായിരുന്നു അവനിൽ. മുഖം വീർപ്പിച്ച് അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മാളുവിനെ നോക്കുന്തോറും ഗൗതമിന് ചിരി വന്നു. വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി മൂളൽ മാത്രം. ഇടി പൊട്ടിപ്പെണ്ണെ, നമ്മുടെ രണ്ടിൻ്റെയും അമ്മമാർ അവിടെ ടെക്സ്റ്റൈൽ ഷോറൂമിൽ നിൽക്കുക. അതിനാ നിന്നോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞത്. നീ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. വിളിച്ചാൽ വന്നൂടെ നിനക്ക്. തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും പിണക്കത്തിന് അല്പം അയവ് വന്നെന്ന് ഗൗതത്തിന് മനസ്സിലായി. മനസ്സുകൊണ്ടവൻ അമ്മക്ക് നന്ദി പറഞ്ഞു. മാളു പുറത്തേക്ക് ഇറങ്ങി ഉടനെ ആയിരുന്നു
അമ്മ വിളിച്ചത് മാളവിനെയും കൂട്ടിച്ചെല്ലാൻ വേണ്ടി. അവളെ തിരിഞ്ഞു റോഡിലേക്ക് നോക്കിയപ്പോഴാണ് ദർശനെ കണ്ടത്. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായതാണ്. നന്ദൻ അവൻ്റെ അരികിലേക്ക് പറഞ്ഞേക്കുമ്പോഴും ഉള്ളിൽ തീയായിരുന്നു. എത്രയും പെട്ടെന്ന് മീറ്റിംഗ് അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സമാധാനമായത്. ദർശൻ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അമിതമായി മിടിച്ച തൻ്റെ നെഞ്ചിടിപ്പും ടെൻഷനും മാളു തൻ്റെ ആരാണെന്ന് അവനെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആ പേടി. മാളവില്ലാത്തൊരു ജീവിതം സാധ്യമല്ല എന്നവന് തോന്നി. ശ്വാസം പോലും നേരെ വീണത് പുറത്തേക്കിറങ്ങി അവളെ കണ്ടതിന് ശേഷം മാത്രമാണ്. റോഡിൽ നോക്കിയതിനേക്കാൾ കൂടുതൽ മാളുവിൽ ആയിരുന്നു അവൻ്റെ കണ്ണുകൾ. ടെക്സ്റ്റൈൽസിൽ എത്തിയതും മാളു പെട്ടെന്ന് ഇറങ്ങി അകത്തേക്ക് നടന്നു. ബീനയും ദിവ്യയും അവരെ നോക്കി താഴെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യം പോയത് മന്ത്രകോടി എടുക്കാനാണ്. എന്ത് നിറം വേണമെന്നുള്ള ബീനയുടെ ചോദ്യത്തിന് റെഡ് ചില്ലി കളർ മതി എന്ന് മാളവിനേക്കാൾ മുമ്പ് ഉത്തരം പറഞ്ഞത് ഗൗതമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ടപ്പോഴാണ് എന്താ പറഞ്ഞതെന്ന് അവന് ഓർമ്മ വന്നത്. ചമ്മൽ കാരണം പെട്ടെന്ന് തന്നെ ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. അവൻ തിരികെ വന്നപ്പോൾ മാളു ഷർട്ട് നോക്കുകയായിരുന്നു. അമ്മമാർ രണ്ടും അടുത്തൊന്നും ഇല്ല. ആർക്കാ ഇപ്പോൾ ഷർട്ട്? അടുത്തുള്ള കസേരയിൽ ഇരുന്ന് അവൻ ചോദിച്ചു. എൻ്റെ ഏട്ടനാ. അവൾ വീണ്ടും ഷർട്ട് തിരിയാൻ തുടങ്ങി. നിന്റെ ഏട്ടനാണെങ്കിൽ ഗ്രീൻ എടുത്തോ. പച്ച നിറം അസൂയൊക്കെ നല്ലോണം ചേരും, ഗൗതം പുച്ഛത്തോടെ പറഞ്ഞു. മാളു കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി. ദേ, എൻ്റെ ഏട്ടനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവളുടെ ഏട്ടൻ ഗൗതം പിറുപിറുത്തു. അവൻ കയ്യിൽ കരുതിയ കവർ അവൾക്ക് നേരെ നീട്ടി. ഇതാ നിനക്ക് വാങ്ങിയതാ. വാങ്ങി തുറന്നു നോക്കിയ മാളു ഞെട്ടി. സാരിയാണ്, അതും ഒരു ഏട്ടനുമുണ്ട്, എല്ലാം ഡാർക്ക് ഷെയ്ഡിൽ ഉള്ളത്. ഞാൻ സാരി ഉടുക്കില്ല. അവൾ ആ കവർ അവന് തന്നെ തിരിച്ചു നൽകി. ഗൗതം നെറ്റി ചുളിച്ച് അവളെ നോക്കി. അതപ്പം മുതലാ നീ ഉടുത്തു ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഓ, നമ്മളൊക്കെ സാരി എടുത്താൽ കഥകളി വേഷം പോലെ ആണെന്ന് ചിലരൊക്കെ പറഞ്ഞതായിരുന്നു. നമ്മളല്ലേ. വെറുതെ എന്തിനാ? അവൾ അവനെ ഗൗനിക്കാതെ ഷർട്ട് തിരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ തന്നെ കളിയാക്കുവാണെന്ന് ഗൗതമിന് മനസ്സിലായി. നിനക്ക് ഉടുക്കാൻ പറ്റുമോ ഇല്ലയോ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. പറ്റില്ല. അവളും അതേ കനത്തിൽ മറുപടി പറഞ്ഞു. വേണ്ട, എനിക്കറിയാം എൻ്റെ ഭാര്യ എങ്ങനെ ഉടുപ്പിക്കണമെന്ന്. ഞാൻ ഉടുപ്പിച്ചോളാം. അതും പറഞ്ഞ് പിണങ്ങി എണീറ്റ് പോകുന്ന ഗൗതമിനെ അവൾ വാ തുറന്നു നോക്കിയിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇനി ഒരാഴ്ചയുള്ളൂ കല്യാണത്തിന്. ജോലി കഴിഞ്ഞ് ഇറങ്ങുവാൻ രാത്രി വൈകിയിരുന്നു. ഇന്നലെ മുതൽ മാളു ലീവിലാണ്. ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മാളു ഇല്ലാതെ ഓഫീസിൽ. ഓരോ നിമിഷവും കാരണമില്ലാത്ത ഫയലുകളുമായി ക്യാബിനിലേക്ക് വരുന്ന മാളു ആയിരുന്നു മനസ്സിൽ. തൻ്റെ മാറ്റം ഓർത്തവന് തന്നെ ശരി വന്നു. പ്രണയത്തിന് ഇത്രയൊക്കെ ഒരാളെ മാറ്റാൻ കഴിയുമോ? കഴിയുമായിരിക്കും. അനുസരണ പോലും സ്വപ്നം കാണിക്കാൻ ഉള്ള കഴിവ് പ്രണയത്തിനു ആണല്ലോ പറയാറ്. കുറച്ചു ദൂരം വണ്ടി ഓടിച്ചപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. മാളുവിന് കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നെഞ്ചിൽ എന്തോ ഒരു ഭാരം, ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ. ഗൗതമിൻ്റെ മുഖമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. മാളുവിൻ്റെ പേര് ഡിസ്പ്ലേയിൽ കണ്ട ഗൗതം ചിരിയോടെ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം തൻ്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടു.